LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് ETC നൽകാൻ സ്കൂൾ നിരസിക്കുകയോ പിടിച്ചുവെക്കുകയോ ചെയ്താൽ നിയമം അത് വ്യക്തമായി നിരോധിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 പ്രകാരം ഒരു വിദ്യാർത്ഥി മറ്റൊരു സ്കൂളിലേക്ക് മാറാൻ ആഗ്രഹിച്ചാൽ ഹെഡ്മാസ്റ്റർ ഉടൻ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് നൽകണം. താമസിപ്പിക്കാൻ അധികാരമില്ല. ഫീസ് കുടിശ്ശിക ഉണ്ടെന്നോ പുസ്തകം തിരികെ നൽകിയില്ലെന്നോ യൂണിഫോം പണം അടച്ചില്ലെന്നോ പറഞ്ഞ് ETC തടഞ്ഞുവെക്കാൻ പാടില്ല. ഇത് നിയമവിരുദ്ധമാണ്. സ്കൂൾ ETC നൽകാത്ത പക്ഷം ആദ്യം സ്കൂൾ ഹെഡ്മാസ്റ്റർക്ക് എഴുതി അപേക്ഷ നൽകണം. അതിന്റെ കോപ്പി സൂക്ഷിക്കണം. അതിനുശേഷം പ്രദേശത്തെ AO ഓഫീസിൽ പരാതി നൽകാം. AO നടപടിയെടുക്കേണ്ടത് നിർബന്ധമാണ്. ഇതിനും പരിഹാരം കിട്ടാത്ത പക്ഷം DO ഓഫീസിലും തുടർന്ന് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിലും പരാതി നൽകാം. ഓൺലൈനായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പരാതി പോർട്ടലിലും സമർപ്പിക്കാൻ കഴിയും. കുട്ടിയുടെ പഠനം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടെങ്കിൽ ചൈൽഡ് ലൈൻ 1098 അറിയിക്കാം. ഇത് കുട്ടികളുടെ അവകാശ ലംഘനമായി കണക്കാക്കും. നിയമപ്രകാരം ETC നൽകാൻ സ്കൂളിന് സമയം നീട്ടാനുള്ള അവകാശമില്ല. സാധാരണയായി ഉടൻ അല്ലെങ്കിൽ പരമാവധി കുറച്ച് ദിവസത്തിനകം നൽകണം. ETC നൽകാത്തത് തെളിഞ്ഞാൽ സ്കൂളിനെതിരെ വകുപ്പ് നടപടിയും പിഴയും വരെ വരാം. അതിനാൽ രക്ഷിതാക്കൾ ഭയപ്പെടാതെ എഴുത്തുപരാതി നൽകി അവകാശം ഉറപ്പാക്കുക. പൊതുസേവനങ്ങളും വിദ്യാഭ്യാസ അവകാശങ്ങളും സംബന്ധിച്ച ശരിയായ വിവരം അറിയാൻ ഈ ചാനൽ സഹായിക്കും. ഭാരത പബ്ലിക് മീഡിയ.